വൊക്കാബുലറി ഓഫ് സയൻസ്. സയൻസിൽ സാധാരണ യൂസ് ചെയ്യുന്ന സയൻറ്റിഫിക് ടേംസ്, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ളതാണ് വൊക്കാബുലറി ഓഫ് സയൻസ് എന്ന് പറയുന്ന ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള സയൻറ്റിഫിക് ടേംസും സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ സയൻറ്റിഫിക് ടേംസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ്, ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്കിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അവയുടെ ഒരു ഫോം ആയിരിക്കും പിന്നീട് അവ ഏതെങ്കിലും രീതിയിൽ മോഡിഫൈ ചെയ്ത് ഒരു വേർഡാക്കി മാറ്റിയിരിക്കുന്നതായിരിക്കാം. അപ്പോൾ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വരുന്നത് ഈ ആൻഷ്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്കിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് വേർഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് ആ ടേം ഡിനോട്ട് ചെയ്യുന്ന അർത്ഥം, ആ ടേം ഒരു പ്രോസസ്സ് ആണെങ്കിൽ ആ പ്രോസസ്സ് എന്താണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ചൊരു സമ്മറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റൂട്ട് വേർഡ്സ് പ്രൊവൈഡ് ക്ലൂസ് അബൌട്ട് ദ സയൻറ്റിഫിക് ടേം. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ ലേണിംഗ് വളരെ ഈസി ആകും, കുറച്ചുകൂടെ എൻജോയബിൾ ആകും. അതായത് ഒരു ടേം കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ റൂട്ട് വേർഡ്, അതിൻ്റെ വൊക്കാബുലറി നോക്കി തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, അതിൻ്റെ അർത്ഥം എന്താണ്, ആ ടേം എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് ഏകദേശം മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോളജി എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റ് തന്നെ എടുക്കാം. ഇപ്പോൾ ഗ്രീക്കിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് വേർഡിൻ്റെ കോമ്പിനേഷനാണ്. ബയോസ് വിച്ച് മീൻസ് ലിവിങ്, ദെൻ ലോഗോസ് മീൻസ് സ്റ്റഡി. അപ്പോൾ ഈ രണ്ട് ഗ്രീക്ക് വേർഡ്സും യുണൈറ്റ് ചെയ്തിട്ടുണ്ടായതാണ് ബയോളജി. അതല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ വേർഡിന് രണ്ട് മോർഫീംസ് ആണുള്ളത്, ബയോസും ലോഗോസും. ബയോസിൻ്റെ അർത്ഥം ലിവിങ്, ദെൻ ലോഗോസിൻ്റെ അർത്ഥം സ്റ്റഡി. ഇനി നമുക്ക് മോർഫീം എന്താണെന്ന് നോക്കാം. കൺസിഡറിങ് എ വേർഡ്സ് മോർഫീംസ് ഹെൽപ്പ് എ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സയൻറ്റിഫിക് വൊക്കാബുലറി. ഇപ്പോൾ സയൻറ്റിഫിക് വൊക്കാബുലറി മനസ്സിലാകണമെങ്കിൽ ഒരു വേർഡിൻ്റെ കൃത്യമായിട്ടുള്ള, ഒരു സയൻറ്റിഫിക് ടേമിൻ്റെ കൃത്യമായിട്ടുള്ള മോർഫീംസ് അനലൈസ് ചെയ്യണം. അപ്പോൾ എന്താണ് മോർഫീം? എ മോർഫീം ഈസ് ദ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഇൻ എ ലാംഗ്വേജ്. ഇപ്പോൾ ഒരു വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റിയാണ് മോർഫീം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ബയോളജി. അപ്പോൾ അതിന് രണ്ട് മോർഫീംസ്, ബയോസ് ആൻഡ് ലോഗോസ്. ലിവിങ് ആൻഡ് സ്റ്റഡി, സ്റ്റഡി അബൌട്ട് ലിവിങ് തിങ്സ്. അങ്ങനെ മീനിങ് കിട്ടി. ഓക്കെ, ഇപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറേ ടേംസ് ആണ്, സയൻറ്റിഫിക് ടേംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓട്ടോട്രോഫ്, ബയോളജി, കാർണിവോർ, എക്ടോഡേം, ഹോമിയോസ്റ്റാസിസ്, ഐസോതേം. ഇതിൻ്റെ എല്ലാം റൂട്ട് വേർഡ്സ് അല്ലെങ്കിൽ മോർഫീംസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓട്ടോട്രോഫ്, ഓട്ടോ മീൻസ് സെൽഫ്, ദെൻ ട്രോഫ് മീൻസ് ഫുഡ് ഓർ നറീഷ്മെൻറ്റ്. അപ്പം സെൽഫ് നറീഷ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഓർഗാനിസം, സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഓർഗാനിസത്തെയാണ് ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുന്നത്. സെൽഫ് നറീഷിങ് ഓർ സെൽഫ് ഫുഡ് സിന്തസൈസിങ് കേപ്പബിലിറ്റി ഉള്ള ഓർഗാനിസം. ദെൻ ബയോളജിയുടെ നമ്മൾ പറഞ്ഞാണ് ബയോ, ദെൻ ഓളജി ഓർ ലോഗോസ് മീൻസ് സ്റ്റഡി. ബയോ മീൻസ് ലൈഫ്, ദെൻ ലോഗോസ് മീൻസ് സ്റ്റഡി, സ്റ്റഡി അബൌട്ട് ലിവിങ് തിങ്സ്. ദെൻ കാർണിവോർ, കാർണി മീൻസ് ഫ്ലഷ്, ദെൻ വൊറാറെ മീൻസ് കൺസ്യൂം. So carnivore means flesh consuming organisms. Then ectoderm, ecto means outside, then derm skin. അപ്പോൾ ഏറ്റവും ഔട്ടർ കവറിങ്, അതാണ് എക്ടോഡേം എന്ന് പറയുന്നത്, സ്കിന്നിൻ്റെ. ദെൻ ഹോമിയോസ്റ്റാസിസ്, ഹോം മീൻസ് സിമിലർ, ദെൻ സ്റ്റാസിസ് മീൻസ് സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബോഡി കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന, സ്റ്റഡി സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ പ്രത്യേകതയ്ക്ക് പറയുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ്. ഹോമോ മീൻസ് സിമിലർ, ദെൻ സ്റ്റാസിസ് മീൻസ് സ്റ്റേബിൾ. ദെൻ ഐസോതേർം, ഐസോ മീൻസ് ദ സെയിം, ദെൻ തേർം മീൻസ് ഹീറ്റ്. ഇപ്പോൾ ഒരേ തരത്തിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ, അതാണ് ഐസോതേർം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സയൻറ്റിഫിക് ടേമിനെ നമ്മൾ അതിൻ്റെ പല സ്പ്ലിറ്റായിട്ട് കൺസിഡർ ചെയ്ത് ഓരോന്നിനെയും അനലൈസ് ചെയ്ത് അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് സയൻസ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ സയൻസിൽ പലതരത്തിലുള്ള
പ്രീഫിക്സുകളും ബയോളജിയിൽ നമ്മൾ പലതരത്തിലുള്ള പ്രീഫിക്സുകളും ഉപയോഗിക്കുന്നുണ്ട്. ഒരു വേർഡിൻ്റെ റൂട്ട് വേർഡിൻ്റെ മുന്നിൽ വരുന്ന എലമെൻസിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ സയൻറ്റിഫിക് വേർഡും അതിൻ്റെ പ്രിഫിക്സും റൂട്ട് വേർഡ്സും അതുപോലെ തന്നെ മീനിങ്സും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടേബിളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിനകത്തുള്ള കുറേ എണ്ണം നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വേർഡ് ദാറ്റ് ഈസ് ഓട്ടോലൈസിസ്. ഓട്ടോ ഗ്രീക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, ആണ് പ്രിഫിക്സ്. സെൽഫ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം രണ്ട് വേർഡ്സ് ആണ് ഇവിടെ വരുന്നത്, മോർഫീംസ് ആണ് വരുന്നത്, ഓട്ടോ ആൻഡ് ലൈസിസ്. സെൽഫ്, ലൈസിസ് മീൻസ് ഡിസ്ട്രക്ഷൻ ഓഫ് സെൽസ് ബൈ എൻസൈംസ്. അതിനെ പറയുന്ന പേരാണ് ഓട്ടോലൈസിസ്. ദെൻ ബ്രൂവിക്വാഡേറ്റ്, ലാറ്റിനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത പ്രിഫിക്സ് ആണ്, വേർഡാണ് ബ്രൂവിസ് എന്ന് പറയുന്നത്. ബ്രൂവിസ് മീൻസ് ഷോർട്ട്. ദെൻ കോഡേറ്റ് മീൻസ് ടെയിൽ, ഹാവിങ് ഷോർട്ട് ടെയിൽ എന്നുള്ളതാണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്പ്ലാസിയ, ഗ്രീക്ക് വേർഡിൽ നിന്നുള്ള പ്രിഫിക്സ് ആണ്, ഗ്രീക്കിൽ നിന്നുള്ള പ്രിഫിക്സ് ആണ് ഡിസ് എന്ന് പറയുന്നത്. ഡിസ്, ബാഡ് ഓർ അബ്നോർമൽ. ദെൻ പ്ലാസിയ മീൻസ് ഫോർമേഷൻ, അബ്നോർമൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലാസിയ മീൻസ് അബ്നോർമൽ ഡെവലപ്മെൻറ്റ്. ദെൻ മൈക്കോളജി, മൈക്സ്, ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു പ്രിഫിക്സ് ആണ് മൈക്സ് എന്ന് പറയുന്നത്. ഒരു വേർഡാണ്, റൂട്ട് വേർഡാണ് മൈക്സ്. മഷ്റൂം എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ ഓളജി, സ്റ്റഡി ഓഫ് ഫംഗസ്, മൈക്കോളജി. ദെൻ പെരികാർഡിയം, പെരി again originated from Greek. Peri means round. Then cardium means heart. So pericardium means around the heart. ഹാർട്ടിനെ കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ലെയറിന് പറയുന്ന പേരാണ് പെരികാർഡിയം. ദെൻ മൈക്രോസ്കോപ്പ്, ഗ്രീക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. മൈക്രോസ്, സ്മോൾ. ദെൻ സ്കോപ്പൈൻ, ടു ലുക്ക്, ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ വ്യൂയിങ് സ്മോൾ തിങ്സ്. അപ്പോൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ, സ്കോപ്പൈൻ മീൻസ് ടു ലുക്ക്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന പ്രിഫിക്സുകൾ. അപ്പോൾ പ്രിഫിക്സിനെ ബേസ് ചെയ്തിട്ട് ആ എൻറ്റയർ വേർഡിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തതാണ് സഫിക്സുകൾ. അതായത് ഒരു റൂട്ട് വേർഡ് കഴിഞ്ഞു വരുന്ന എലമെൻസ് ആണ് സഫിക്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സയൻസിൽ സാധാരണ യൂസ് ചെയ്യുന്ന കുറേ സയൻറ്റിഫിക് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, റൂട്ട് വേർഡും സഫിക്സും അതുപോലെ തന്നെ മീനിങ്ങും നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണാം. പീഡോജെനസിസ് മീൻസ്, പീഡോ മീൻസ് സോയിൽ, ഗ്രീക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ജെനസിസ്, ഫോർമേഷൻ. സോ പീഡോജെനസിസ് മീൻസ് ദ പ്രോസസ് ഓഫ് സോയിൽ ഫോർമേഷൻ. സോയിൽ ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പീഡോജെനസിസ്. ജെനസിസ് എന്നുള്ളതാണ് ഇവിടുത്തെ സഫിക്സ്, ദാറ്റ് മീൻസ് ഫോർമേഷൻ. ദെൻ ലാറിഞ്ചൈറ്റിസ്, ലാറ്റിനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് ലാറിങ്സ്, വോയിസ് ബോക്സ്. വോക്കൽ കോഡ്സ് ഒക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ പോർഷനാണ് ലാറിങ്സ്. ദെൻ ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. ലാറിഞ്ചൈറ്റിസ് ദെൻ മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ലാറിഞ്ച്. ലാറിഞ്ച് അല്ലെങ്കിൽ വോയിസ് ബോക്സിൻ്റെ ഇൻഫ്ലമേഷൻ, അവിടെയുള്ള ബാക്ടീരിയൽ അല്ലെങ്കിൽ മൈക്രോബിയൽ ഇൻഫെക്ഷനെ പറയുന്ന പേരാണ് ലാറിഞ്ചൈറ്റിസ്. ദെൻ ഹിസ്റ്റീറെക്ടോമി. ഹിസ്റ്റീരിയോ മീൻസ് യൂട്രസ്. Then ectomy means removal, that is the surgical removal of uterus. ഗ്രീക്കിൽ നിന്നാണ് ഈ വേർഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. Then anthropology, anthropos means something related to man. Greek ആണ് ഒറിജിൻ. Then suffix logi, that is study about man. അപ്പോൾ പലതരത്തിലുള്ള മോർഫീംസിനെ വ്യക്തമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുക. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മോർഫീംസ്, അതിൻ്റെ അർത്ഥം, അതുപോലെ തന്നെ പ്രിഫിക്സുകളും സഫിക്സുകളും ഒക്കെ മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ സയൻറ്റിഫിക് വൊക്കാബുലറി സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് ഒരു ടേം നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ടേം ആണെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ്, അതെന്ത്
നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഒരു ഏകദേശ ഐഡിയ മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു പ്രോസസ്സ്, ആ ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പ്രോസസ്സ് എന്താണ്, ഫിനോമിനൻ എന്താണ് എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുക തന്നെ വേണം. പക്ഷേ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും, ആദ്യമേ തന്നെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇതാണ് സയൻറ്റിഫിക് വൊക്കാബുലറിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആപ്റ്റിറ്റ്യൂഡ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സയൻസ് പഠനം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവും വളരെ ഈസിയും എൻജോയബിളും ആയിരിക്കും.